ഇന്ന് നാച്ചുറലായിട്ട് അരച്ചെടുത്ത ഒരു കെമിക്കൽ ഇല്ലാത്ത ഒരു ഹെയർ ഡൈ ആണ്. അരച്ചെടുത്തതാണ്. കയ്യുണ്ണിയൊക്കെ പച്ചയ്ക്ക് പറിച്ചുകൊണ്ട് വന്ന് അരച്ചെടുത്ത നല്ല വിശ്വസിക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ്. ഒരു അലർജി ഉണ്ടാവില്ല, ഒരു കെമിക്കലും ഇല്ല. മുടി കയ്യുണ്ണിയത്തിൻ്റെ നീര് അല്ലെങ്കിൽ ആ തണ്ടും ഒക്കെ അരച്ച് തലയിൽ തേച്ചാൽ മുടി നല്ല പോലെ വളരുകയും ചെയ്യും. തലമുടി നല്ല പോലെ കറുത്തും ഇരിക്കും. ഇത് കയ്യുണ്ണിയത്തിൻ്റെ എണ്ണ കാച്ചി തേക്കില്ലേ, അതേപോലെ കയ്യുണ്ണി അരച്ച് താളിയുടെ കൂടെ ഈ ചെമ്പരത്തി താളി തേക്കുമ്പോൾ അതിൻ്റെ കൂടെ കയ്യുണ്ണിയും കൂടെ ഇട്ട് അരച്ച് തലയിൽ തേക്കുന്നത് താളിയായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇത് നാച്ചുറലായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ്. എളുപ്പത്തിനുണ്ടാക്കാം, അരച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഇച്ചിരി പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അത് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ. ഉപയോഗിച്ച് നോക്കിയിട്ട് മുടി കൊഴിച്ചിൽ നല്ല പോലെ മാറും. മുടി കൊഴിച്ചിൽ നല്ല പോലെ മാറുമെന്ന് വെച്ചാൽ ശരിക്കും മാറും. തലമുടി നല്ല പോലെ കറുത്തും വരും. തലമുടി നല്ല സിൽക്കി ആവും. ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ട് അരച്ചാണ് ഉണ്ടാക്കിയേക്കണത്. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോവേ. കുറച്ച് ചെമ്പരത്തിപ്പൂവും ഇതിൻ്റെ കയ്യുണ്ണിയാണ്. കയ്യുണ്ണി ഞാൻ ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും. ചെമ്പരത്തിപ്പൂ അടത്തിയില്ലേൽ കുഴപ്പമില്ല, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഈ കയ്യുണ്ണിയും ഇങ്ങനെ അടർത്തി മൂത്ത തണ്ട് ഇടണ്ട കേട്ടോ. മൂത്ത തണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അരയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഈ കയ്യുണ്ണി തന്നെ 2 ടൈപ്പുണ്ട്. തണ്ട് വെള്ളയുള്ളതുണ്ട്, തണ്ട് നീലയുള്ളതുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല കേട്ടോ. 2 ടൈപ്പ് കയ്യുണ്ണിയും കാണാം. അത് ചിലപ്പം ആൺപൂവും പെൺപൂവും ആയിരിക്കും കേട്ടോ. അതൊന്ന് മിക്സിയുടെ അരക്കണതിൻ്റെ ഒച്ച ഏൽപ്പിക്കണ്ട എന്നാണ് ആൾക്കാർ എന്നോട് പറയാറ്. അന്നേരം അരക്കണതിൻ്റെ ഒച്ച ഏൽപ്പിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുമോ അറിയില്ല. അതുകൊണ്ടോ കയ്യുണ്ണിയും ചെമ്പരത്തിപ്പൂവും കൂടെ അരച്ചപ്പോൾ നല്ല കട്ട കറുപ്പായില്ല. നോക്കൂ, ഒരു കെമിക്കലും ചേർത്തില്ല, ഒരു സാധനം ഞാൻ അതിനകത്തേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. ഈ കയ്യുണ്ണിയത്തിന് അരയ്ക്കുമ്പോഴത്തേനും നല്ല കറുത്ത കളറാവും. ചെമ്പരത്തിപ്പൂവിനും അങ്ങനെയാണ്. അരച്ചെടുക്കുമ്പോഴത്തേനും കണ്ടോ, ഞാൻ ഇച്ചിരി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിതൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് ചെമ്പരത്തിപ്പൂവും കയ്യുണ്ണിയും മാത്രം ഉള്ള നീരാണ് കേട്ടോ. അരച്ചെടുത്തതാണ്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. നമുക്ക് ഇതിനകത്തേക്ക് വേറെ സാധനങ്ങളും ഇങ്ങോട്ട് ചേർക്കണം. എന്നാലാണ് കൂടുതലും നല്ലത്. ഒന്നും ചേർക്കാണ്ടിങ്ങനെ തേച്ചാൽ മുടിക്ക് കളറ് പിടിക്കും. എന്നാലും നമുക്ക് നല്ലപോലെ കളറ് പിടിക്കണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് ചേർക്കണം. നെല്ലിക്കപ്പൊടി, 1 സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർക്കുക. വലിയ സ്പൂൺ നിറച്ച്. എന്നിട്ട് നല്ല പോലെ യോജിപ്പിക്കണം. നെല്ലിക്കപ്പൊടി ചേർത്താൽ മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടും, നല്ല കളറ് കിട്ടും. മുടിക്ക് നല്ല ചിലവരുടെ മുടിയൊക്കെ കാണുമ്പോഴേ കനം കുറഞ്ഞ് സോഫ്റ്റായിട്ടിരിക്കണം. അതിനൊക്കെ എന്നാൽ മുടിക്ക് നല്ല കട്ടിയായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നെല്ലിക്കപ്പൊടി ചേർക്കാൻ. മുടിക്ക് ഈ തലമുടി ഡൈ ചെയ്യുന്നത് കൂടാണ്ട് മുടി നല്ല കട്ടിയിൽ വളരാനും വരും. അതിനാണ് നെല്ലിക്കപ്പൊടി കൂടുതലായിട്ട് ചേർക്കുന്നത്. പിന്നെ മുടിക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കറുത്ത കളർ കിട്ടാൻ വേണ്ടി നമ്മൾ അടുത്തതായിട്ട് ചേർക്കണം എന്നാന്ന് വെച്ചാൽ നീലയമരിപ്പൊടി. അത് 1 സ്പൂൺ മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. ഈ കവറിനൊക്കെ തീർന്നു. 1 സ്പൂൺ മതി. ഇപ്പം നല്ല കയ്യുണ്ണിയത്തിൻ്റെ ഇതിന് നല്ല കളറുണ്ടല്ലോ,
ഇതിനകത്തേക്ക് ഞാനിത് ചായവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായവെള്ളം തിളപ്പിക്കുന്നത് എപ്പോഴും കാണിക്കണ്ടല്ലോ എന്നോർത്താണ് കാണിക്കാറ്. ഇട്ട് നല്ലപോലെ നെല്ലിക്കാപ്പൊടിയും നീലമരിപ്പൊടിയും ഇതിനകത്തേക്ക് നല്ല പോലെ യോജിക്കണം. ചെമ്പരത്തിപ്പൂ ചേർത്തേക്കണോണ്ട് മുടിക്ക് നല്ല ഗ്ലേസിങ് കിട്ടും കേട്ടോ. ഇത് തലയിൽ തേക്കുമ്പോൾ തലയിൽ എണ്ണയൊന്നും പാടില്ല. എണ്ണയില്ലാണ്ട് തലയിൽ നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പം കഴുകി കളയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ചായവെള്ളം ഇല്ലേ, ഈ ചായവെള്ളം ഒഴിച്ച് തലമുടി കഴുകാൻ നോക്കുക. അന്നേരം മുടിക്ക് നല്ലപോലെ മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിലും ഈ ഡൈ ചെയ്ത് ചെയ്യുമ്പോഴത്തേനും മുടി കൊഴിച്ചിലൊക്കെ മാറും കേട്ടോ. എൻ്റെ തലമുടിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നതാണ്. ഞാൻ ഇന്നാളിങ്ങനെ ഈ വെള്ളം ചായവെള്ളം സവോള വെള്ളം കൂടെ ചേർത്ത് തല കഴുകി കഴിഞ്ഞപ്പോഴാണ് ആ മുടി കഴുകണ ഞാൻ കാണിച്ചു തന്നായിരുന്നു. അത് കഴുകി കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മാറി. 1-2 ഉള്ളൂ കൊഴിയണത്, അല്ലെങ്കിൽ ഒരുപാട് കൊഴിയുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ തല തേച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ലപോലെ കറുത്തും വരും, മുടി കൊഴിച്ചിൽ മാറും, തലമുടി നല്ല പോലെ വളരുകയും ചെയ്യും, നല്ല കട്ടിയും വയ്ക്കും, നല്ല സിൽക്കി ആയിട്ടിരിക്കും. ചെമ്പരത്തിപ്പൂവും കൊണ്ട് ഷാമ്പൂ ഒക്കെ തേക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാവില്ലേ തലമുടി നല്ല സിൽക്കി ആയിട്ടിരിക്കണേ. അതേപോലെ ഇതിനകത്ത് ചെമ്പരത്തിപ്പൂവ് ഉള്ളതുകൊണ്ട് ഷാമ്പൂ ഇട്ട് തല കഴുകരുത് കേട്ടോ. ഇത് തേച്ച് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളയുക. ആ ചായവെള്ളം ആദ്യമേ തലയിൽ ഒഴിച്ച് കഴുകുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ചായവെള്ളം ഇല്ലയെന്ന് ഓർത്തുകൊണ്ട് പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചായവെള്ളം ഒഴിച്ച് തല കഴുകുക. എന്നിട്ട് ഈരി കഴിയുമ്പോഴത്തേക്ക് നല്ല കളറ് വയ്ക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അത് നാച്ചുറലായിട്ടുള്ള കയ്യുണ്ണി കിട്ടിയില്ലെങ്കിൽ നമ്മൾ കെമിക്കലില്ലാത്ത കയ്യുണ്ണിത്തിൻ്റെ പൊടി കിട്ടും, അല്ലെങ്കിൽ കയ്യുണ്ണി പച്ചയായിട്ട് ഈ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചോണ്ട് വന്ന് അതിൻ്റെ ചൂട് നട്ട് വയ്ക്കുമോ, അല്ലെങ്കിൽ അതിൻ്റെ അരിയില്ലേ, അരി ഇങ്ങനെ പാകാനിട്ടിരുന്നാൽ മതി, മുളച്ചു വന്നുള്ള മഴ പെയ്യുമ്പോൾ. അല്ലെങ്കിൽ കണ്ടം പോലെയുള്ള വെള്ളം ഒഴുകണ സ്ഥലമില്ലേ, കണ്ടത്തിൻ്റെ കരയിലൊക്കെ കാണും. കണ്ടത്തിൻ്റെ കരയിലൊക്കെയാണ് ഈ കയ്യോണ്ടിയും കാണുന്നത്. വെള്ളം ഒഴുകണ സ്ഥലമൊക്കെ എവിടെ മാട്ടയിലൊക്കെ കാണും. പോയി നോക്കിയാൽ മതി, കാണും. റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ മിക്കവാറും കാണും. ഞാനങ്ങനെ ഇവിടെ വെള്ളം ഒഴുകണ ഒരു സ്ഥലമുണ്ട്, അതിൽ പോയി ഈ കണ്ടത്തിൻ്റെ കരയിലൊക്കെ ഇവിടെ കുറേ നിൽപ്പുണ്ട്. വേണമെങ്കിൽ പോയി പറിച്ചുകൊണ്ട് വന്നാൽ മതി. എല്ലാവർക്കും കിട്ടും. ഈ കണ്ടത്തിൻ്റെ കരയിലും എവിടെയെങ്കിലും നോക്കിയാൽ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.